സുരേഷിന് മാവേലിക്കരയിൽ ലീഡ് ഏതാണ്ട് 5000-അടുത്തായി എന്നുള്ളതാണ്. അവസാന റൗണ്ടുകളിൽ കൊടിക്കുന്നിൽ തന്റെ പ്രഭാവം തിരിച്ചുപിടിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെ ഉണ്ടായാലും കൊടിക്കുന്നിൽ ജയിക്കാനുള്ള മന്ത്രങ്ങളൊക്കെ അറിയാവുന്ന നേതാവാണ് കൊടിക്കുന്നിൽ എന്ന കാര്യം കൃത്യമായിരുന്നു. നമുക്ക് വ്യക്തമാകുന്നത് മലപ്പുറത്ത്, വയനാട്ടില്, കോഴിക്കോട്ട്, കൊല്ലത്ത്, പത്തനംതിട്ടയില്, എറണാകുളത്ത്, ഇടുക്കിയില്, ചാലക്കുടിയിലൊക്കെ UDF വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. കാസർഗോഡും കണ്ണൂരും വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. വടകരയിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അത്തരത്തിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ചാലക്കുടിയിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ആലത്തൂർ മാത്രം ചുവപ്പ് കോട്ടയായി നിലനിൽക്കുന്നു. പച്ചത്തുരുത്തായി LDFന് കേരളത്തിൽ മാത്രമല്ല, ഇത്തവണ 1 ലക്ഷത്തിന് മുകളിലേക്ക് കഴിഞ്ഞ തവണത്തെ പോലെ ലീഡ് കിട്ടാൻ ഏതാണ്ട് 8ഓ 9ഓ മണ്ഡലങ്ങൾ UDFന് ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ തന്നെ 80,000-ന് മുകളിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം, രാഹുൽ ഗാന്ധിയുടെ ലീഡ് നില ഉയർന്നു. വയനാട്ടിൽ ഉറപ്പാണ്, ഇടുക്കിയിൽ ഉറപ്പാണ്, എറണാകുളത്ത് ഉറപ്പാണ്, കൊല്ലത്ത് ഉറപ്പാണ്, മലപ്പുറത്തും